ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم فمن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إنما الخمر والميسر والأنساب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. സ്നേഹാദരണീയരായ സഹോദരീ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിൽ റഹ്മാനുർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും സൂക്ഷിച്ചും തഖ്വയുള്ള ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സമാധാനവും ശാന്തിയും സ്വസ്ഥതയും നൽകുന്ന ജീവിത പദ്ധതികളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഏത് കാലഘട്ടത്തിലും ഏത് ലോകത്തും ഏതെല്ലാം സാഹചര്യങ്ങളിലും ആയിരുന്നാലും മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും സമാധാനത്തോടുകൂടി ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാവുക എന്നുള്ളതാണ്. ആ സമാധാനത്തെ നശിപ്പിച്ചു കളയുന്നതായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അതിൻ്റെ കൃത്യമായ രൂപത്തിൽ ആശ്രയ തലങ്ങളോടുകൂടി തന്നെ ഹറാമാക്കി നിഷിദ്ധമാക്കി ലോകത്ത് പ്രഖ്യാപിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു മത സംഹിത എന്ന് പറയുന്നത് വിശുദ്ധ ഇസ്ലാമിൻ്റെതാണ്. അതുകൊണ്ടാണ് ആ മതത്തിൻ്റെ പേര് തന്നെ ഇസ്ലാം എന്നുള്ളത്, സമാധാനം എന്നുള്ളത് തന്നെയാണ്. ആ ഇസ്ലാമോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന മറ്റൊരു തലമാകുന്നു ഈമാൻ, നിർഭയത്വവും സമാധാനവും. അപ്പോൾ ഇത് രണ്ടും കൃത്യമായ രൂപത്തിൽ
ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും, കുടുംബത്തിനും സമൂഹത്തിനും സുരക്ഷിതത്വം ഇസ്ലാം പ്രദാനം ചെയ്യുന്നുണ്ട്. ജീവിക്കുന്ന കാലത്തെയും ലോകത്തെയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇസ്ലാമിക നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒരു വേള ചിന്തിച്ചാൽ ആരാധന അനുഷ്ഠാന കർമ്മങ്ങളെക്കാൾ കൂടുതലായി വിശദീകരിച്ചിട്ടുള്ള മേഖലകൾ എന്ന് പറയുന്നത് സാമൂഹിക സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപം അത് ശിർക്കാകുന്നു, ബഹുദൈവാരാധനയാകുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ശിർക്ക് ചെയ്ത ഒരു വ്യക്തിക്ക് നൽകേണ്ട ശിക്ഷ എന്താകുന്നു എന്നുള്ളത് ഖുർആനിലും ഹദീസിലും നമുക്ക് കാണുക സാധ്യമല്ല. ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്, ആരാധനാ കർമ്മം എന്ന് പറയുന്നത് നമസ്കാരമാണ്. നമസ്കാരത്തിൻ്റെ പരിപൂർണമായ രൂപം അത് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. ഹദീസും കൂടി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം കൂടി മനസ്സിലാക്കിയാൽ മാത്രമാണ് നമസ്കാരത്തിൻ്റെ പരിപൂർണത നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇസ്ലാമിലെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്, ഏറ്റവും വലിയ സന്ദേശം അത് കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. സാമ്പത്തിക മേഖലകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് പാലിക്കപ്പെടേണ്ടതായ സൂക്ഷ്മതാബോധത്തെക്കുറിച്ച് ഒരു പേജിന് അധികമായി ഒരു ആയത്തുദ്ദൈൻ സൂറത്തുൽ ബഖറയിലുണ്ട് എങ്കിൽ അത് സാമൂഹികമായ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ബോധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കട്ടവൻ അവരെ എന്തു ചെയ്യണം എന്നുള്ളതിന് കൃത്യമായ ആയത്ത് അള്ളാഹുവിൻ്റെ കിതാബിലൂടെ പഠിപ്പിക്കുന്നു. കളവ് നടത്തിയവൻ്റെയും കളവ് നടത്തിയവരുടെയും കൈകൾ മുറിക്കണമെന്നുള്ളത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യഭിചാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ വ്യഭിചാരത്തിന് നൽകേണ്ടതായ ശിക്ഷ എന്താകുന്നു, വ്യഭിചാര ആരോപണങ്ങളും അതുപോലെ അപവാദ പ്രചരണങ്ങൾ നടത്തി കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷാവിധി എന്താകണം എന്നുള്ളത് ഖുർആൻ പഠിപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യമാകുന്ന ഒന്ന്, സാമൂഹിക ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിനും സമാധാനത്തിനും വിഘാതമാകുന്ന ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം ഹറാമ് എന്ന പട്ടികയിലേക്കാണ് ഇസ്ലാം പെടുത്തിയിട്ടുള്ളത്. വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന, ഏറെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാകുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യവും ചർച്ചയുമായി മുന്നോട്ട് പോകുന്നത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നു. പുതിയ ഒരു ഗവൺമെൻറ് വരികയും ആ ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതികളിൽ ജാതി മത വ്യത്യാസ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വിഷയം ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നൊരു പേര് എല്ലാവർക്കും ഇന്ന് സുപരിചിതമാണ്. ലഹരി ഉപയോഗവും അതുമായി നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ കണ്ടുപിടിച്ച് കൃത്യമായ രൂപത്തിലുള്ള ശിക്ഷാവിധികൾ നടപ്പിലാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾക്ക് മുന്നിലുണ്ട്. ഏതാണ്ട് 22 ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും 3596ഓളം കേസുകൾ പിടിക്കപ്പെടുകയും അത്ര തന്നെ ആളുകളെ ജയിലറുകൾക്കുള്ളിലേക്ക് അകപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇതിനേക്കാൾ ഇരട്ടിയായതിൻ്റെ വ്യാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം 50 ഗ്രാമും 100 ഗ്രാമും ആയിട്ട് ആളുകളെ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കേവലം പരൽ മീനുകൾ മാത്രമാണ്. ഇതിൻ്റെ മുകളിലേക്ക് കിലോ കണക്കിന് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന വമ്പൻ സ്രാവുകൾ എവിടെയാണ്? ഇവരെവിടെ ഒളിക്കുന്നു? അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഇവരെ പിടിക്കാനുള്ള സംവിധാനം എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? മയക്കുമരുന്നിൻ്റെ കേസുകളിൽ അകപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കാൻ ഇവിടെ ആളുകളുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഇതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നതല്ലാതെ വേണ്ട രൂപത്തിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നുമില്ല. അതിൻ്റെ കാരണം നാം ചിന്തിക്കുമ്പോൾ
1400 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിച്ച ഒരു ആശയം ഇന്നും അത് കൃത്യവും വ്യക്തവുമായിട്ട് നിലനിൽക്കുകയാണ്. ഇസ്ലാം ഹറാമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യം നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും ഇന്നും ലോകാവസാനം വരെയും അത് ഹറാം തന്നെയാണ്, അത് നിഷിദ്ധം തന്നെയാണ്. അങ്ങനെ നിശ്ചിതമായി പ്രഖ്യാപിക്കാനുള്ള കാരണം അത് മനുഷ്യ ജീവിതത്തെയും മാനവികതയെയും കുടുംബ സംവിധാനങ്ങളെയും എല്ലാം തകർക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. കേരള സംസ്ഥാനത്തിന് അഭിമാനാർഹമാകുന്ന ഒരുപാട് വിഷയങ്ങൾ നാം ചർച്ച ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും മറ്റ് മേഖലകളിലുമെല്ലാം അഭിമാനിക്കാവുന്ന ഒരു നേട്ടങ്ങളുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കണക്ക് എന്ന് പറയുന്നത് മദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എല്ലാ സംസ്ഥാനങ്ങളെക്കാളും മദ്യപാനത്തിൻ്റെ മേഖലയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായി കേരള സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ആഘോഷവേളകൾ കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് നിരത്തപ്പെടുത്തുന്നിടത്ത് ഇസ്ലാമല്ലാത്ത മറ്റും ഏതൊരു മതാഘോഷത്തിൻ്റെയും കണക്കെടുപ്പിൽ കാണുവാൻ സാധിക്കുന്നത് മദ്യത്തിൻ്റെ കണക്കുകളാണ്. കോടിക്കണക്കിന് രൂപയുടെ മദ്യം കുടിച്ചു തീർത്ത ഒരു കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നിടത്തുണ്ടാകുന്ന അപജയങ്ങൾ, പരാജയങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ഇസ്ലാം വളരെ കുറ്റമറ്റ രൂപത്തിലുള്ള ഒരു സംവിധാനത്തോടുകൂടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് നിഷിദ്ധമാക്കുകയും നടപ്പിൽ വരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഘട്ടം ഘട്ടമായിട്ടാണ്. നേരത്തെ ചില മന്ത്രിസഭകൾ ഘട്ടം ഘട്ടമായി മദ്യത്തിൻ്റെ വിപണനം നിർത്തലാക്കുമെന്ന് പറഞ്ഞ് ആളുകൾ സന്തോഷിച്ചിട്ടുണ്ട് എങ്കിൽ അവസാനം എത്തിച്ചേരുമ്പോഴേക്കും പരിപൂർണമായും പറ്റില്ല എന്നും വീര്യം കുറഞ്ഞൊരവസ്ഥയിലേക്ക് മാറുന്നെന്ന് ചിന്തയാണ് എങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്യം കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന സകലതും ഹറാമാകുന്നു, നിഷിദ്ധമാകുന്നു. കബീറൻ വസഗീറ, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ശരി, അത് ഹറാമു തന്നെയാണ്. ആ ചെറുതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വലുതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ ചായ കുടിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ലേറ്റായ ചായ ആണല്ലോ. ചെറിയ കുട്ടികളാകട്ടെ യുവാക്കളാകട്ടെ ലൈറ്റ് ചായയിൽ നിന്ന് പിന്നീട് അവർ മാറുന്നത് മീഡിയം ചായയിലേക്കാണ്. മീഡിയത്തിൽ നിന്ന് പിന്നീട് മാറുന്നത് സ്ട്രോങ്ങിലേക്കാണ്. ഇതേപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ലഹരിയും. ആദ്യം ലഹരി പൂർണ്ണമായ ഒരു തലത്തിലേക്കല്ലത് മാറിക്കൊണ്ടിരിക്കുന്നത്, മറിച്ച് ചെറിയ ഒരു പെഗ്ഗിലൂടെ തന്നെയാണ്, ചെറിയ ഒരു തോതിലൂടെയാണ് അത് കടന്നുകൊണ്ടിരിക്കുന്നത്. അത് പണ്ട് വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ എല്ലാം അടുക്കളകളിലേക്ക് പോലും അത് എത്തിക്കൊണ്ടിരിക്കുന്നു. പെട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ചു മാറ്റാൻ പറ്റാത്ത രൂപത്തിലുള്ളൊരവസ്ഥയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്തരമൊരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കൃത്യമായ മാനദണ്ഡത്തോടുകൂടി തന്നെയാണ് ആ വിഷയം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. എന്താണ് അവിടെ നടപ്പിലാക്കിയ 3 ഘട്ടങ്ങൾ നാം മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അറിയിച്ചു കൊടുത്തു. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, ഒരു കാലഘട്ടത്തിൽ മദ്യത്തിലൂടെ ആളുകൾ കടന്നുപോയി. അവരോട് പറഞ്ഞു, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഫീഹിമാ ഇസ്മുൻ കബീർ, ഫീഹിമാ അതിലുണ്ട് ഇസ്മുൻ കബീർ, വലിയ കുറ്റങ്ങളുണ്ട്. വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് അതിൽ ഉപകാരവുമുണ്ട്. വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, ഭരണകൂടം മനസ്സിലാക്കേണ്ടത് അതിൽ കുറേ ഗുണങ്ങളുണ്ടാകാം, പക്ഷെ ഗുണങ്ങളെക്കാൾ കൂടുതൽ ഉപദ്രവകരമാകുന്നു അതിലൂടെ ഉണ്ടാകുന്നത് എന്നാണ് സൂചിപ്പിച്ചത്. ഇതാണ് ഒന്നാമത്തെ ഘട്ടത്തിൽ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത്. രണ്ടാം ഘട്ടം യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസി സമൂഹത്തോടാണ് ഖുർആൻ പ്രഖ്യാപിച്ചത്. കാരണം ഒരു കാലഘട്ടത്തിൽ മതവിശ്വാസമുള്ളവർക്കിടയിലും മദ്യപാനത്തിന്റെ തോത് ഉണ്ടായിരുന്നു. പക്ഷെ അവരോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തഖ്റബുസ്സലാത്ത വഅൻതും സുകാറ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരരുത്. വഅൻതും സുകാറ, സുക്റ് ബാധിച്ച് മതോന്മത്തരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരാൻ പാടില്ല. ഹത്താ തഅലമു മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാകുന്നത് വരേക്കും. അപ്പോൾ മദ്യപാനത്തിലൂടെ ഒരു വ്യക്തിയുടെ ബുദ്ധി നശിപ്പിക്കുകയാണ്.
താൻ ജീവിക്കുന്ന സമൂഹത്തിൽ തൻ്റെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ ആരാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് അവൻ്റെ ബുദ്ധിയെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നിടത്തേക്ക് അത് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്താരാഷ്ട്ര തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്ന്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മതത്തെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒന്നാമത്തെ ഘടകമായി മാറ്റിയത് അവൻ്റെ ബുദ്ധിയെ ഇല്ലാതാക്കലാണ്. അങ്ങനെ ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? സ്വതന്ത്രമായ വാദങ്ങളിലേക്ക് അവനെ കൊണ്ടുവരണം. ആ സ്വതന്ത്രവാദത്തിലേക്ക്, ലിബറലിസത്തിലേക്ക് പലപ്പോഴും നമ്മുടെ മക്കളെപ്പോലും വലവീശി പിടിച്ചു കൊണ്ടുപോയപ്പോൾ മൈ ബോഡി ഈസ് മൈ ചോയ്സ് എന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് യുവാക്കൾ കടന്നു വന്നു. എൻ്റെ ശരീരമെന്ന് പറയുന്നത് അത് എൻ്റേതാണ്, അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഈ സംവിധാനത്തിലേക്ക് വന്നപ്പോൾ ഇസ്ലാമിലെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള, പ്രാധാന്യം നൽകിയിട്ടുള്ള കുടുംബമെന്ന സംവിധാനത്തിൽ നിന്ന് ആളുകൾ പതുക്കെ പതുക്കെ അകന്നുപോയി. അതുകൊണ്ട് വിവാഹ പങ്ക്തികൾ നിങ്ങൾ പരിശോധിച്ചു നോക്കുക, വിവാഹ പരസ്യമെടുത്ത് പരിശോധിച്ചു നോക്കുക. മിക്കതിലും വധു കിട്ടാൻ സാധിക്കുന്നില്ല, പെൺകുട്ടികളെ പലപ്പോഴും കിട്ടുന്നില്ല. വരന്മാരുടെ എണ്ണം കൂടുതലാണ്, എന്നാൽ വധുവിൻ്റെതായിട്ടുള്ള അന്വേഷണം വളരെ കുറവാണ്. എന്നാൽ ജനസംഖ്യ അനുസരിച്ചുകൊണ്ട് പെൺകുട്ടികളുടെ തോതാണ് വലുത്. എന്താ കാരണം? വിവാഹത്തോടുള്ള ആ ഒരു നിരാസം, വിവാഹത്തോടുള്ള എതിർപ്പ് ശക്തിപ്പെടുത്തിയെടുത്തിട്ട് എങ്ങനെയുമൊക്കെ ജീവിക്കുക എന്നിടത്തേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ലഹരിയുടെ വിഷയത്തിൽ ആൺ പെൺ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ അത് അഴിഞ്ഞാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു മതത്തിന്റെ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് മാത്രം നമ്മൾ വീക്ഷിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കലാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളോട് രഹസ്യമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ടൗണിലെ ഒരു കലാലയത്തിൽ, ഒരു ഹൈസ്കൂളിലെ അവിടുത്തെ കുട്ടികളിൽ നിന്ന് ഈ വിഷയം മനസ്സിലാക്കിയിട്ട് ഇടപെട്ടപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വിവരം എന്താണെന്നറിയുമോ? 10ാം ക്ലാസ് കഴിഞ്ഞ് അവരേതെങ്കിലും സ്കൂളിലേക്ക് പോകും. അതുകൊണ്ട് ഈ വിഷയം എടുത്തിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ട് ഈ വിദ്യാലയത്തിന്റെ സ്റ്റാറ്റസ് നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്നാണ് അവർ പഠിപ്പിച്ചത്. എവിടെ? പെൺകുട്ടികളുടെ കൈകളിൽ പോലും മയക്കുമരുന്നിന്റെ സ്രോതസ് ഉണ്ടായിട്ട് അത് അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി പറയുമ്പോഴേക്കും അവിടെ കിട്ടുന്നത് വിദ്യാലയത്തിന്റെ സ്റ്റാറ്റസ് നോക്കിയിട്ട് അതിനെ തകർക്കപ്പെടുകയാണ്. വലിയ ഒരു ലോബി ഇവിടെ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ ഇസ്ലാമിന്റെ 2ാം ഘട്ടം പഠിപ്പിച്ച വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ മദ്യത്തിലേക്ക് കടക്കുമ്പോൾ, മയക്കുമരുന്നിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ സ്വബോധം നഷ്ടപ്പെടും. അപ്പൊ ആ കാലഘട്ടത്തിൽ നമസ്കാരത്തിലേക്ക് വരുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ വരുമ്പോൾ മദ്യപിച്ചുകൊണ്ട് വരരുത്, നമസ്കാരത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയണം. ബോധത്തോടു കൂടിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആ ബോധം നഷ്ടപ്പെടുത്തി കളയുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഒരിക്കലും ഇടപഴകുവാൻ പാടില്ല. മൂന്നാമതായിട്ട്, ഇതെല്ലാം 2ാം ഘട്ടമാണ്. 3ാം ഘട്ടം അതിൻ്റെ ഗുണദോഷഫലങ്ങളെ കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഖുർആൻ ലോകത്തോട് അതിൻ്റെ അവസാന ഘട്ടം പഠിപ്പിച്ചു കൊടുത്തു. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു, തീർച്ചയായും മദ്യം, വൽ മൈസുർ, ചൂതാട്ടം, മദ്യപാനം, ചൂതാട്ടം, വൽ അൻസാബ് വൽ അസ്ലാം, പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കുന്ന അമ്പുകളും എല്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ, ഇതെല്ലാം പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടിട്ടുള്ളതാകുന്നു. ഫജിത്തനിബൂഹു, അതുകൊണ്ട് നിങ്ങൾ അതിനെ ഒഴിവാക്കണം, നിങ്ങൾ അതിനെ വെടിയണം എന്ന കൃത്യമായ രൂപത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ആ ഒരു സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുത്തു കൊണ്ടുവന്നത് ദൈവികമായ ഒരു ബോധത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. എന്നിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന ബോധ്യം മനസ്സിലാക്കി കൊടുത്തു. നേരത്തെ പറഞ്ഞല്ലോ, മൈ ബോഡി ഈസ് മൈ ചോയ്സ്, എൻ്റെ ശരീരം എൻ്റെ തിരഞ്ഞെടുപ്പാണ് എങ്കിൽ എൻ്റെ ശരീരം എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണ അവകാശം എന്ന് പറയുന്നത് ഞാനല്ല, മറിച്ച് അതിൻ്റെ ഉടമസ്ഥാവകാശം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിനെ നിങ്ങൾ പ്രകീർത്തിക്കണം. സബ്ബിഹിസ്മ റബ്ബിക്കല്ലദീ, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, സബ്ബിഹ്, നീ പ്രകീർത്തിക്കണം, റബ്ബിക്കല്ലദീ അഅല, ഉന്നതനായ നിന്റെ രക്ഷിതാവിനെ നീ പ്രകീർത്തിക്കണം. കാരണം ആരാണ് അവൻ? അല്ലദീ ഖലഖ ഫസവ്വ, അവനാണ് സൃഷ്ടിച്ചത്, ഫസവ്വ, സംവിധാനിച്ചത്, വല്ലദീ ഖദ്ദറ ഫഹദ, അവനാണ് നിങ്ങൾക്ക് കഴിവ് നൽകിയത്, ഫഹദ,
മുന്നോട്ടുള്ള വഴി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് നിങ്ങളുടെ രക്ഷിതാവാണ്. അതുകൊണ്ട് ഈ സൃഷ്ടിപ്പിന്റെ പിന്നിൽ വേറെ ഒരാൾക്കും ഒരു തരത്തിലുമുള്ള പങ്കില്ല. ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം ഹൃദയം മിടിക്കുക എന്ന് പറയുന്ന ഒരു കണത്ത് ലോകത്ത് ഉള്ളതാണ് എങ്കിൽ ആ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ആരാണ് എന്ന് ചിന്തിക്കുമ്പോൾ അത് സർവേശ്വരനായ സൃഷ്ടാവാകുന്നു എന്നുള്ളതാണ്. ആ സൃഷ്ടിപ്പിന്റെ പിന്നിൽ ആരുമില്ലാതെ വെറുതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നല്ല. അള്ളാഹു പറഞ്ഞു, വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാർ വൽ അഫ്ഇദ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു നിങ്ങൾക്ക് കേൾവി നൽകിയിട്ടുള്ളത്. വൽ അബ്സാർ കാഴ്ചകൾ നൽകിയത് അവനാണ്. വൽ അഫ്ഇദ ചിന്താശേഷി നൽകിയിട്ടുള്ളത് അവനാകുന്നു. ആ കാഴ്ചയെയും കേൾവികളെയും ചിന്താശേഷിയെയും എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്നതായ പ്രവർത്തനങ്ങൾ ഏതെല്ലാം ഉണ്ടോ അത് ഒഴിവാക്കണമെന്ന് പടച്ചറബ് പറഞ്ഞിട്ടുണ്ടോ, സൃഷ്ടിച്ചവനായ നാഥൻ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അതിനെ ഒഴിവാക്കുക എന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വവും ബാധ്യതയും ഒക്കെ തന്നെ. അതുകൊണ്ട് ലോകത്ത് ഇസ്ലാം ഹറാമായി ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം ഇന്നും ഹറാമ് തന്നെയാണ്. മാത്രമല്ല, ഒരു തെറ്റിലേക്ക് കടക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിന്മ എന്ന് പറയുന്നത് പോലും അത് മദ്യപാനമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. അൽ ഖംർ മദ്യം എന്ന് പറയുന്നത് ഉമ്മുൽ ഖബായിസ് സകല തിന്മകളുടെയും മാതാവാണ്. ബനി ഇസ്രായേൽ സമൂഹത്തിൽ 3 തെറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അവകാശം കൊടുത്തു തിരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഒരാൾ മദ്യപാനം തിരഞ്ഞെടുത്തു. അപ്പോൾ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ മദ്യം തിരഞ്ഞെടുത്തപ്പോഴേക്കും പിന്നീട് വ്യഭിചാരത്തിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്കും കടന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അവിടെയാണ് പ്രവാചകൻ പറഞ്ഞ ഈ വാക്കിന്റെ യാഥാർത്ഥ്യം. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. മദ്യം എന്ന് പറയുന്നത് സകല തിന്മകളുടെയും മാതാവാകുന്നു. അതുകൊണ്ട് അത് ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെടുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാമൂഹികമായ പ്രശ്നത്തിന്റെ മേഖലയായതുകൊണ്ട് എല്ലാവരുടെയും സഹകരണങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്യണം. ഇസ്ലാം പഠിപ്പിച്ചത് തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. സഹകരണം ഉണ്ടാകേണ്ടത് തആവനു അലൽ ബിർ, പുണ്യത്തിന്റെ കാര്യത്തിൽ പരസ്പരം സഹകരിക്കണം. വത്തഖ്വ, ഭക്തിയുടെ കാര്യത്തിലും പരസ്പര സഹകരണങ്ങൾ ഉണ്ടാകണം. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതയുണ്ടാക്കുന്ന കാര്യങ്ങളിൽ, ഭിന്നിപ്പുണ്ടാക്കുന്ന കാര്യം. വലാ തആവനു അലൽ ഇസ്മ, പാപത്തിന്റെ കാര്യത്തിലും ശത്രുയുടെ കാര്യത്തിലും പരസ്പരം സഹകരണങ്ങൾ ഇല്ലാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. മനുഷ്യൻ അകപ്പെട്ടു പോകുന്ന തിന്മയുടെ പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറയുന്നത് സുഹൃത്ത് വലയങ്ങളാണ്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ ഫീ ദീനി ഖലീലിഹി. സമുദായത്തിന്റെ രക്ഷിതാക്കൾ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ലോകത്തുള്ള മുഴുവൻ ആളുകളെയും രക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. നാടൊട്ടുക്കും ഒരു പക്ഷേ ധാർമ്മികം നടത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മുടെ കുടുംബങ്ങളിൽ പെട്ടിട്ടുള്ളവർ ഇതിനകത്തകപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ള നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ, ഒരു വ്യക്തി ഫീ ദീനി ഖലീലിഹി, അവന്റെ സുഹൃത്തിന്റെ മതത്തിലായിരിക്കും. മാതാപിതാക്കളുടെ മതത്തിൽ എന്നല്ല അവിടെ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ അവൻ സമയം ചെലവഴിക്കപ്പെടേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് അവന്റെ സുഹൃത്ത് വലയങ്ങളിലാണ്. ഫൽയൻദുർ മയ്യുഖാലിൽഹു, അതുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കട്ടെ അവന്റെ സുഹൃത്തായിക്കൊണ്ട് അവൻ ആരെയൊക്കെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് നിരീക്ഷണത്തിന്റെ ഒരു ഭാഗമായി പ്രവാചകൻ പഠിപ്പിച്ചതാണ്. എപ്പോഴാ വേണ്ടത്? പണ്ടൊരു കാലത്ത് കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെ നോക്കിയാൽ മതിയായിരുന്നുവെങ്കിൽ ഇന്ന് UP തലം മുതൽക്ക് തന്നെ നിരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇന്നലെ വായിച്ച വാർത്തയുണ്ടല്ലോ, കോഴിക്കോട് ജില്ലയിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന 10ാം ക്ലാസ്സുകാരന്റെ ബാഗിൽ നിന്ന് പിടിക്കപ്പെട്ടത് 1/2 ലിറ്റർ മദ്യപാനമായിരുന്നു. സ്കൂളിൽ കൊണ്ടുവന്ന കുട്ടികൾ എല്ലാവരും കൂടി അടിച്ചു പോകുന്ന വാർത്ത വായിച്ചത് നമ്മൾ ഇന്നലെ വായിച്ചതാണ്. ഒരു ഭാഗത്ത് ഇതെല്ലാം നടക്കുമ്പോഴും തകൃതിയായ മറ്റൊരു മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ കൃത്യമായ രൂപത്തിലുള്ള ഒരു പരിവർത്തനം ഇവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇസ്ലാം ഏതൊരു ധർമ്മത്തെ പഠിപ്പിക്കുമ്പോഴും അതിൻ്റെ തുടക്കത്തിൽ പ്രധാനമായും പഠിപ്പിച്ച ഒരു വിഷയം ഇത്തഖില്ലാഹ് തന്നെയാണ്.
നിരീക്ഷണങ്ങൾ പടച്ച റബ്ബിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളത് പഠിപ്പിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വേണം മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ. മാതാപിതാക്കളുടെ കൺമുന്നിൽ നിന്ന് പോയി ബാംഗ്ലൂരിലും മംഗലാപുരത്തും അതുപോലെ വിദേശ രാജ്യങ്ങളുമൊക്കെ പഠിക്കുമ്പോൾ അവിടങ്ങളിലെല്ലാം ഇതിൻ്റെ തോത് വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ആത്മഹത്യയില്ലാത്ത, അധർമ്മങ്ങളില്ലാത്ത ലക്ഷദ്വീപിലേക്ക് പോലും എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അതിനെ പ്രത്യേകം അറ്റാക്ക് ചെയ്യുന്നു ചോദിച്ചാൽ, കുറെ കാലഘട്ടമായി അതൊന്നുമില്ലാതെ പോയ ഒരു നാടായിരുന്നു ലക്ഷദ്വീപ് എങ്കിൽ ഇന്ന് ആ ലക്ഷദ്വീപിലേക്ക് പോലും ഇതിനെ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത. അവിടെയാണ് ഒരു മകന്റെ വളർച്ചയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പിതാവ് നൽകിയ ഉപദേശത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം സൂറത്തുൽ ലുഖ്മാനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതാണ് മക്കൾ, വളർന്നു വരുന്ന മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ആശയം. ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. അതിൽപ്പെട്ട ഒരു ഉപദേശം, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. മോനെ, കാര്യം ഒരു കടുക് മണിയുടെ അത്രതായിരുന്നാൽ പോലും, മയക്കുമരുന്നിൻ്റെ നാം പഠിച്ചു മനസ്സിലാക്കി. MDMS എന്നൊക്കെ പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള, വളരെ സൂക്ഷ്മമായ രൂപത്തിലുള്ള, ഒളിപ്പിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളവയാകുന്നു എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. കടുക് മണിയുടെ അത്ര ഉള്ളതായിരുന്നാൽ പോലും ഫതകുൻ ഫീ സഖറത്തിൻ, പാറക്കെട്ടിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കുന്നു. ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ്, ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും ശരി, യഅതി ബിഹല്ലാഹ്, അല്ലാഹു അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ നിരീക്ഷണത്തിൽ നിന്ന് മാറാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ്. ഈ ബോധത്തിലേക്കാണ് നമ്മുടെ മക്കളെ കൊണ്ടുവരേണ്ടത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവന്നു. ആരായിരുന്നു അവർ? ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ മുന്തിരിത്തോപ്പിന്റെ അടിയിൽ, മുന്തിരിവള്ളിയുടെ അടിയിൽ കൊണ്ടുപോയി ഞങ്ങളെ കുഴിച്ചിടണം, മരിച്ചാൽ ഞങ്ങൾക്കതിൻ്റെ മധു നുകർന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് സമൂഹത്തെ പരിവർത്തപ്പെടുത്തിയെടുത്തത്. അവരോട് പറഞ്ഞു, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ? നിങ്ങൾ ഇതിനെ ഒഴിവാക്കുന്നില്ലേ? ഈ കള്ള് കച്ചവടം മാറ്റിവെക്കുന്നില്ലേ? അവർ പറഞ്ഞു, ഇൻതഹൈന, ഞങ്ങൾ ഒഴിവാക്കി. അങ്ങനെ വലിയ വലിയ മദ്യഷാപ്പിന്റെ ഉടമസ്ഥനായിട്ടുള്ള സഹാബിമാർ മദ്യത്തിന്റെ ചാലുകൾ മദീനയിലൂടെ ഒഴുക്കി വിട്ടു. അവർക്കാർക്കും ഇതിന്റെ ശേഷം ഞങ്ങളുടെ കുടുംബം എങ്ങനെയാകും, പട്ടിണിയാകും, ദാരിദ്ര്യമാകുമെന്നൊന്നും അവിടെ പറഞ്ഞില്ല. ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നതാണ്, അള്ളാഹു ഹറാമാക്കിയതാണെന്ന് മനസ്സിലാക്കിയപ്പോഴും അതെല്ലാം അവർ ഒഴിവാക്കി. അടയാളങ്ങൾ പോലും, മദ്യത്തിന്റെ കോപ്പകൾ പോലും തച്ചുടച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയത്. കാലം കുറെ കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് മസ്അലയുമായി, ചോദ്യവുമായിട്ട് അവർ വരികയാണ്. അള്ളാഹുവിന്റെ റസൂലെ, മദ്യം ഹറാമാക്കിയ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ തെരുവിലൂടെ ഒഴുക്കിവിട്ട ആ മദ്യച്ചാലിൽ നിന്നുകൊണ്ട് പുല്ലുകൾ കിളിർത്തു വന്നിട്ടുണ്ട്. ആ കിളിർത്ത പുല്ലുകൾ ഞങ്ങളുടെ ഒട്ടകം കഴിച്ചിട്ടുണ്ട്. ആ ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നത് ഞങ്ങൾക്ക് ഹലാലാണോ ഹറാമാണോ റസൂലെ എന്നവര് ചോദിക്കുന്നിടത്തേക്ക് അവിടെ മനസ്സു മാറിയിട്ടുണ്ട് എങ്കിൽ അതാണ് ഇസ്ലാം വരുത്തിയ പരിവർത്തനം. മദ്യത്തിൽ മതോന്മത്തരായി ജീവിച്ചൊരു സമൂഹം മാറിയത് അങ്ങനെയാണ്. ഏത് ഹറാമാകുമോ, ഏത് മദ്യത്തിന്റെ ചാലൊഴുക്കി വിടത്ത് നിന്ന് വളർന്നു വന്ന പുല്ല് കഴിച്ച ഒട്ടകത്തിന്റെ പാല് ഹറാമോ എന്ന് പഠിപ്പിക്കുന്നിടത്തേക്ക് വന്നുവെങ്കിൽ അത് കൃത്യമായി ഇവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അള്ളാഹു ഹറാമാക്കിയത് ഖിയാമത്ത് നാൾ വരെ തന്നെ അത് ഹറാമ് തന്നെയാണ്, നിഷിദ്ധം തന്നെയാണ്. അതുകൊണ്ട് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയെ സ്വാധീനിക്കുന്നതാണ് എന്ന വിഷയത്തിലേക്ക് എത്തുമ്പോൾ അതിനേക്കാളും വലിയ വിപത്തുകളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആളുകൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, എത്രയോ ആളുകൾക്ക് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, എത്രയോ ആളുകൾക്ക് അവനവന്റെ സ്വന്തം പിതാക്കന്മാർ നഷ്ടപ്പെട്ട അനാഥത്വത്തിന്റെ പേർ നടക്കൊണ്ടുന്ന ഒരുപാട് മക്കൾ, അനാഥ ബാലന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു നൈമിഷികമായ സുഖത്തിന് വേണ്ടി വന്നിട്ടുള്ള ലഹരി, അതുണ്ടാക്കിയിട്ടുള്ള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ചെറുതല്ല എന്ന് മനസ്സിലാക്കുക. സ്വന്തം മാതാവിനെ പോലും, മുസ്ലിം സമുദായത്തിന്റെ വാർത്തകളിൽ നാം വായിച്ച വാർത്തയാണ്, സ്വന്തം മാതാവിനെ പോലും കത്തികൊണ്ട് കുത്തിക്കുന്ന ഒരു കുട്ടിയുടെ കഥകൾ നമ്മളൊക്കെ വായിച്ചു കളഞ്ഞിട്ടുണ്ട്. ഈ അപകടകരമായ അവസ്ഥയെ
ചെറുത്ത് തോൽപ്പിക്കേണ്ടത് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യതയാണ്. ഇസ്ലാം ഹറാമാക്കിയ ഈ വിഷയത്തിന് ഭരണകൂടങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ അതിനകത്ത് ആവശ്യമായ പിന്തുണ കൊടുക്കണം. അതോടൊപ്പം തന്നെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ലഹരി പരിപൂർണമായ രൂപത്തിൽ തന്നെ അതിനെ ഒഴിവാക്കണം, നിർമ്മാർജ്ജനം ചെയ്യണം എന്ന് തന്നെയാണ് വരേണ്ടത്. അല്പം പോലും അതിൻ്റെ രുചി ആസ്വദിക്കുന്നിടത്തേക്ക് വരാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ വിഷയം മനസ്സിലാക്കേണ്ടത്, ഇതിൽ പിടിക്കപ്പെട്ട് അകപ്പെട്ടു പോയ ആളുകൾ കുറെ കാലം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വന്ന് അതേ കച്ചവടത്തിലേക്ക് പോകുന്നുവെങ്കിൽ പിടിക്കപ്പെട്ട് ജയിലറകൾക്കുള്ളിലാകുമ്പോൾ തന്നെ അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് കൊടുക്കണം, സംവിധാനങ്ങൾ കൊടുക്കണം. അതാണ് ഭരണകൂടം ചെയ്യേണ്ടത്. അങ്ങനെ വന്നാൽ തീർച്ചയായും അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകും. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ വിപണനം വളരെ കുറവാണ്. എന്താ കാരണം? രാജ്യത്ത് പോയിട്ടുള്ള ആളുകൾക്കറിയാം. മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട് തെളിവോടുകൂടി പിടിക്കപ്പെട്ടവൻ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പു വന്നാൽ ജനസമൂഹത്തിന്റെ മധ്യത്തിൽ കൊണ്ടുവന്ന് തല വെട്ടിക്കളയുന്നതാണ് അവിടുത്തെ ശിക്ഷാവധി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കുറ്റപത്രം വായിക്കത്തുള്ളൂ. അതാണ് അവിടുത്തേത്. ടൗണിന്റെ ഏറ്റവും ഹൃദയഭാഗത്ത് കൊണ്ടുവന്നിട്ടാണ് തല വെട്ടിക്കളയും. എന്നിട്ട് പറയും ഇവൻ ചെയ്ത കുറ്റം ഇന്നതായിരുന്നു എന്നാണ്. കാരണം അത്രയും ഗൗരവമുള്ള വിഷയമായതുകൊണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതുകൊണ്ട് അവിടുത്തെ ഈ പറയപ്പെട്ട കണക്കിന്റെ വിഷയത്തിലൊന്നും ഉണ്ടാകുന്നില്ല, വർധനമുണ്ടാകുന്നില്ല. ആളുകൾക്കത് ബോധ്യപ്പെടും. ഇവിടെയോ? ഇവിടെ ഒരു ഭാഗത്ത് ലഹരിക്കെതിരെയിട്ടുള്ള പോരാട്ടം നടത്തുമ്പോൾ നാലാൾ കൂടുന്നിടത്തേക്ക് മദ്യഷാപ്പുകൾ തുറന്നു കൊടുക്കുന്ന സംവിധാനമാണ് എങ്കിൽ അത് കപടമായിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രമേ ആയിട്ട് കാണാൻ പാടുള്ളൂ. 22 മദ്യഷാപ്പിൽ നിന്ന് 900 മദ്യഷാപ്പിലേക്ക് വന്ന ഒരു ഭരണകൂടത്തിന്റെ അവസ്ഥകൾ നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയും അതേപോലെ തന്നെ വരുന്നൊരവസ്ഥയിലേക്ക് വന്നാൽ അത് ഈ സമൂഹത്തെ കാർന്നു നിന്ന അവസ്ഥയിലേക്ക് മാറിപ്പോകും. അതുകൊണ്ട് ഭരണകൂടം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് സ്വസ്ഥമായ ജീവിതമാണ് നൽകുന്നത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ ഹറാമായ ഈ വിഷയത്തെ പരിപൂർണമായ രൂപത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള കൂട്ടായ്മകൾ ഉണ്ടാകണം. വളർന്നു വരുന്ന നമ്മുടെ മക്കളെ, ചെറുപ്പക്കാരായ ആളുകൾക്ക് കൃത്യമായ ബോധവൽക്കരണം നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമൂഹത്തിന് നിർഭയത്വവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, അള്ളാഹു ഒരാൾക്ക് നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ യുഫഖിഹുഹു ഫിദ്ദീൻ, മതത്തിൽ അവന് നൈപുണ്യമുണ്ടാക്കും, മതകാര്യങ്ങളോട് അവന് താല്പര്യം വളർത്തുകയും ചെയ്യും. മതമേഖലകൾ ഏറെ മാറിക്കൊണ്ടിരിക്കുന്ന, അതിനോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആധുനിക മുസ്ലിം സമൂഹത്തിലേത്. പള്ളിയുമായൊരു ബന്ധം എന്ന് വെച്ചാൽ അത് വിവാഹത്തിൻ്റെ സമയത്ത് മഹല്ലിൻ്റെ ഒരു കാർമ്മികത്വം വേണം. അതിൻ്റെ റെക്കോർഡുകളും അവിടെ കാണും. രണ്ടാമത്തേത്, മരിച്ചാൽ ആ മയ്യത്തിന് വേണ്ടിയിട്ട് യാസീൻ ഓതാൻ വേണ്ടി ഒരു സമൂഹം ഉണ്ടാകണം. ഈ രണ്ട് ബന്ധമൊഴിച്ചിട്ട് മഹല്ലുമായിട്ടുള്ള സമുദായത്തിൻ്റെ ബന്ധം ഏത് രൂപത്തിലാണ്? ഈ ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ സമുദായത്തിന് കുറച്ചുകൂടി വളർച്ചയുണ്ടാകും. 5 നേരം നമസ്കരിച്ച് പോകാൻ വേണ്ടി മാത്രമുള്ളതല്ല ഇസ്ലാമിൻ്റെ കേന്ദ്രങ്ങൾ, മറിച്ച് അവിടെ ഒരു സമൂഹത്തിന് ധാർമ്മികമായി വളരാൻ പറ്റുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ മഹല്ലുകൾ കൃത്യമായ രൂപത്തിലുള്ള പഠനങ്ങൾ നടത്തി മുന്നോട്ട് പോയാൽ അവിടെ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് ആവശ്യമായ രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്താൽ ഒരു വേള കുറേ ആളുകൾക്കെങ്കിലും അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ പള്ളി പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അഹ്ലുസ് സുഫ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. വീടൊന്നുമില്ലാതിരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, അവർ പള്ളി വരാന്തകളിൽ കിടന്നുറങ്ങി. അങ്ങനെ മതം കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കി ആ മതകീയമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ
ദുനിയാവും ആഖിറവും ഒരുപോലെ തന്നെ അവർക്ക് ഉൾക്കൊള്ളുന്നൊരവസ്ഥയിലേക്ക് ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് മതവിദ്യാഭ്യാസം പരിശോധിച്ച് നോക്കിയാൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ അതിനകത്ത് ഏർപ്പെടുന്നുള്ളൂ. എന്നാൽ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി രാവും പകലുമായി അധ്വാനിക്കും. ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരാജിതനാണ് എങ്കിൽ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ കണ്ട് അതിനകത്ത് കൊണ്ടുപോകും. ഇനി ഏതെങ്കിലും ഒരു കുട്ടിയെ മദ്രസയിൽ കൊണ്ടുവന്ന് ആക്കിക്കഴിഞ്ഞാൽ ഉസ്താദിനോട് പറയുന്ന ഒരൊറ്റ വിഷയം, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും അവൻ യാസീനെങ്കിലും ഒന്ന് ഓതാൻ പഠിക്കണം. ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്തിൻ്റെ അടുത്തിരുന്ന് ഓതാൻ എൻ്റെ മോനെ കിട്ടണം. ഇങ്ങനെ ഒരാശയമാണ് യഥാർത്ഥത്തിൽ വെക്കുന്നത്. എന്നാൽ ആ യാസീനിലെ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, 70-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് ലിയുൻദിറ മൻ കാന ഹയ്യ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ഈ ഖുർആൻ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് താക്കീത് നൽകുവാൻ, മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് അല്ലാഹു പറയുന്നു. ജീവിച്ചിരിക്കുമ്പോഴാണ് നൽകേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമുദായത്തിലെ അംഗമാണ്, പക്ഷെ അവൻ മദ്യത്തിൽ അടിപ്പെട്ടുകൊണ്ടാണ് അവൻ മരണപ്പെട്ടത് എന്നതാണെങ്കിലും ആ വ്യക്തിയുടെ മുന്നിൽ വന്നിരുന്നിട്ടും നേരത്തെ ഓതിയ ആയത്തുകൾ ഓതിക്കൊടുക്കുവാൻ പലപ്പോഴും നമ്മുടെ മതനേതൃത്വം തയ്യാറാകുന്നുണ്ട്. ആളുകൾക്കൊക്കെ അറിയാം ഇയാൾ മരിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇയാൾ മദ്യത്തിൽ അഡിക്റ്റായി അതിൻ്റെ അസുഖം കൊണ്ടാണ് ഇയാൾ മരിച്ചത്. പക്ഷെ ആളുകൾക്ക് ആ അവസാന സമയത്തും മതത്തിന് വലിയ താല്പര്യമാണ്. അവിടെ വന്നിരുന്നിട്ടും ഇന്നമൽ ഖംറു വൽ മൈസൂർ വൽ അൻസാബ് വൽ അസ്ലാം ഓതിക്കൊടുക്കും. വേറെ ഒരാൾ അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്തിന് അവസാനം വരെയും അയാൾ പലിശയിൽ അധിഷ്ഠിതമായി തന്നെയാണ് ജീവിച്ചത്. എല്ലാവർക്കും അറിയാം പലിശ കൊണ്ടാണ് അയാൾ ജീവിച്ചു പോയത്. പക്ഷെ അവിടെ പോയിരുന്നിട്ട് ഈ പറയപ്പെട്ട ആയത്ത് ഓതിക്കൊടുക്കും. ഇന്നമൽ അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്ന ആയത്ത് ഓതിക്കൊടുക്കും. മനസ്സിലാക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന് നൽകാനുള്ള ഉപദേശമാകുന്നു അള്ളാഹുവിൻ്റെ ആയാത്തുകൾ. ലിയുൻദിറ മൻ കാന ഹയ്യ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി കൊണ്ടുപോകാൻ കഴിയണം. അതുകൊണ്ട് പിടിച്ചാൽ കിട്ടുന്ന ഒരു പ്രായത്തിൽ നമ്മുടെ മക്കൾക്ക് കൃത്യമായ അവബോധം നൽകണം. അപ്പോൾ ചെറുപ്പത്തിലേ തന്നെ അള്ളാഹുവിൻ്റെ ദീനിലേക്കുള്ള വഴികൾ അടുപ്പിച്ച് നിർത്തി നമ്മുടെ കൂടെ കൊണ്ടുവന്ന് അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിങ്ങളുടെ മക്കളോടൊപ്പമാകുമ്പോൾ മക്കളുടെ കൂടെയായിട്ട് അവരുടെ സ്വദീഖ്, ഒരു സുഹൃത്തായി കൂട്ടുകാരനായിട്ട് മാറണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ സുഹൃത്തായിട്ട് മാറണം. ആ സുഹൃത്ത് ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ, വീട്ടിലുള്ള അന്തരീക്ഷം ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോയപ്പോഴാണ് സുഖം തേടിയുള്ള യാത്രകളിലേക്ക് ആളുകൾ പോയിട്ടുള്ളത്. ആ സുഖം തേടിയുള്ള യാത്രയിൽ പെട്ടുപോകുന്നതാണ് ഈ പറയപ്പെട്ട ലോബുകളിലേക്കൊക്കെ പോകുന്ന ഒരു കാലഘട്ടം ആയിത്തീർന്നിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ സമൂഹത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടൊരു മഹല്ല് എന്ന നിലയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ ആ കുട്ടികളുടെ അവൻ്റെ വളർച്ച മനസ്സിലാക്കിക്കൊണ്ടുള്ള പാഠ്യപദ്ധതിയുള്ള മദ്രസ സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ജൂലൈ മാസം ആഴ്ചയിൽ ഒരിക്കൽ 1 മണിക്കൂർ സമയം ആ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായ സ്റ്റഡി ക്ലാസ്സുകൾ സംവിധാനിക്കുന്നു. അതുപോലെ തന്നെ മുതിർന്നവരായ ആളുകൾക്ക് വേണ്ടി ഇസ്ലാമിൻ്റെ കൃത്യമായ ഈ രൂപത്തിൽ സന്ദേശങ്ങൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ ധാർമ്മിക പഠനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മകൾ രൂപപ്പെടുത്തിയെടുക്കുവാനും സാധിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ പടച്ച റബ്ബിനെ ഭയപ്പെടുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ധാർമ്മികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്യത്തിൻ്റെതായി നമ്മൾ കുടിക്കുന്നില്ലെങ്കിലും മദ്യത്തിൻ്റെ ഒരു സദസ്സാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സദസ്സിൽ പോലും പോകരുത്, ഇരിക്കരുത്, ഹൃദയം കൊണ്ടൊരു വെറുപ്പ് പ്രകടിപ്പിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മദ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സദസ്സാണോ അവിടെ ഇരിക്കാൻ പാടില്ല, അതിന് സാക്ഷികളാകാൻ പാടില്ല. അതും ഹറാമ് തന്നെയായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നന്മയിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരിക. അതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ ഇൻഷാ അല്ലാഹ് എല്ലാ ഞായറാഴ്ചകളിലും ഒരു 9 മണി മുതൽ 12 മണി വരെ വിശുദ്ധ ഖുർആനിൻ്റെ ആശയ തലങ്ങളിൽ പഠിച്ച് ഹിഫ്ളാക്കാനുള്ള സംവിധാനങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു മഹല്ല് എന്ന സംവിധാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. കഴിവിൻ്റെ പരമാവധി ആളുകൾ അതുമായി സഹകരിക്കുക. മറ്റൊന്ന്, വിദ്യാഭ്യാസ മേഖലയിൽ സമുദായം ഏറെ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ന്യൂനപക്ഷ വിഭാഗം എന്ന നിലക്ക് നമുക്കൊരുപാട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. PSC കോച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ആലപ്പുഴ ജില്ലയിലെ ഒരു സംവിധാനം ജനറൽ ഹോസ്പിറ്റൽ സമീപമുള്ള ന്യൂനപക്ഷ സെല്ലിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാസം അതിൻ്റെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മക്കളെ ആ PSC കോച്ചിങ്ങിലേക്കൊക്കെ വിട്ട് അവരെ ഒരു ഉദ്യോഗ തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. സമയം വേസ്റ്റാക്കി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന അവസ്ഥയിൽ പോലും അധർമ്മങ്ങളിലേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അതിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരിക. അതുപോലെ അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിൻ്റെതായിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ്. ഹജ്ജ് ട്രെയിനർമാരായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു.
ജൂലൈ 20 അതിൻ്റെ അവസാന തീയതി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളോട് ആ വിവരം കൂടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കൂടെ ജീവിച്ചുകൊണ്ടിരുന്ന പല ആളുകളും ഈ കാലയളവിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ ജുമയ്ക്ക് തൊട്ട് മുമ്പായി വന്ന ഒരു മരണവാർത്ത കാഞ്ഞിരഞ്ചിറയിലെ മർഹൂം KP ഹബീബ് സാഹിബിൻ്റെ ഭാര്യ സുബൈദ അവറുകൾ മരണപ്പെട്ട വാർത്തയാണ് അറിയിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് മാതാപിതാക്കൾ പലവിധ ശാരീരിക അസ്വസ്ഥതകളാൽ പ്രയാസത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേദനയില്ലാത്തൊരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളാൽ വീടുകളിലും ഹോസ്പിറ്റലിലും കഴിയുന്നവർ ധാരാളമുണ്ട്. പരിപൂർണമായ രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബജീവിതത്തിൽ ഇണകളിലൂടെ, മക്കളിലൂടെ കൺകൊള്ളും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും ജോലികളിലും ഉദ്യോഗങ്ങളിലും നിഅമത്തും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ നമ്മുടെ മക്കളെ അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ദീനിൻ്റെ വഴികളിലുള്ള വളർത്തിക്കൊണ്ടുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ വിദ്യാഭ്യാസ മേഖലകൾക്ക് ഏറ്റവും ഹൃദ്യമായ സമാധാനപൂർണമായ രൂപത്തിൽ മുന്നേറാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടി മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വാലിഹായ അമലായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സിൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദിൽ ഇശ്റക വൽ മുശ്രിക്കീൻ. റബ്ബനാ ലാ തുസ്ഗിഹ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റ വസബ്ബിത് അഖ്ദാമനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ